നിങ്ങൾ ഇരുട്ടിനെ ഭയപ്പെടുന്നുണ്ടോ? എങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ വിതുര കടന്ന് കൊടുംകാടിനുള്ളിലൂടെ പോകുന്ന ആ വഴി നിങ്ങൾ കണ്ടിരിക്കണം. വെളിച്ചത്തിൽ പോലും പച്ചപ്പ് പുതച്ച വന്യത ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ബോണക്കാട്. എന്നാൽ സൂര്യൻ അസ്തമിച്ച് മൂടൽ മഞ്ഞ് ആ മലനിരകളെ മൂടുമ്പോൾ അവിടെ ഒരു നിശബ്ദത പടരും. ആ നിശബ്ദതയ്ക്ക് നടുവിൽ കാട് മൂടിക്കിടക്കുന്ന ഒരു പഴയ ബ്രിട്ടീഷ് ബംഗ്ലാവ് ഉണ്ട്. പലരും പറയും അതൊരു കെട്ടുകഥയാണെന്ന്. എന്നാൽ അർദ്ധരാത്രികളിൽ ആ വിജനമായ പാതയിലൂടെ നടന്നിട്ടുള്ളവർ ആ ബംഗ്ലാവിൻ്റെ തകർന്ന ജനാലകൾക്കുള്ളിൽ നിന്ന് നിങ്ങളെ നോക്കുന്ന രണ്ട് കണ്ണുകളെ കണ്ടിട്ടുള്ളവർ പറയും, അവിടെ ഇന്നും ആരോ ജീവിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്ന ആരുടെയോ ആത്മാവ് അവിടെ അലഞ്ഞു തിരിയുന്നുണ്ട്. ഭയപ്പെടുത്തുന്ന കഥകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ ബംഗ്ലാവിൻ്റെ ചരിത്രമറിയണം. 1951 ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഈ ബംഗ്ലാവ് നിർമ്മിക്കപ്പെടുന്നത്. അക്കാലത്ത് ബോണക്കാട് തേയിലത്തോട്ടങ്ങളുടെ മേൽനോട്ടത്തിനായി വന്ന തോട്ടം മാനേജറും കുടുംബവുമായിരുന്നു ഇവിടെ താമസിച്ചിരുന്നത്. പ്രകൃതി ഭംഗി നിറഞ്ഞ ആ മലമുകളിൽ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളോടും കൂടിയാണ് ഈ 25-ാം നമ്പർ ബ്ലോക്ക് ബംഗ്ലാവ് പണിതുയർത്തിയത്. വർഷങ്ങളോളം ആ തോട്ടത്തിലെ തൊഴിലാളികളെ നിയന്ത്രിച്ചിരുന്ന പ്രധാന കേന്ദ്രമായിരുന്നു. എന്നാൽ ഒരു രാത്രി കൊണ്ട് ആ ബംഗ്ലാവിന്റെ വിധി മാറിമറിഞ്ഞു. അവിടെ താമസിച്ചിരുന്ന ബ്രിട്ടീഷ് മാനേജറുടെ ഒരേ ഒരു മകൾ ഒരു രാത്രിയിൽ നിഗൂഢമായ സാഹചര്യത്തിൽ മരണപ്പെട്ടു. ആ കുട്ടിയുടെ മരണം കൊലപാതകമാണോ അതോ സ്വാഭാവികമാണോ എന്ന് ഇന്നും ആർക്കും അറിയില്ല. മകളുടെ വിയോഗത്തിൽ തകർന്നിരുന്ന ആ കുടുംബം ആ രാത്രിയിൽ തന്നെ ആ ബംഗ്ലാവ് ഉപേക്ഷിച്ച് സ്വന്തം നാട്ടിലേക്ക് മടങ്ങി. അവിടെ നിന്നാണ് ബോണക്കാട് ബംഗ്ലാവിന്റെ ഭയപ്പെടുത്തുന്ന ചരിത്രം ആരംഭിക്കുന്നത്. ആ പെൺകുട്ടിയുടെ ആത്മാവ് തോട്ടം തൊഴിലാളികളും അർദ്ധരാത്രിയിൽ ആ വഴി പോയ വനം വകുപ്പ് ജീവനക്കാരും ഒരേപോലെ പറയുന്നൊരു കാര്യമുണ്ട്. രാത്രി 12 മണിക്ക് ശേഷം ഈ ബംഗ്ലാവിന്റെ പരിസരത്ത് നിന്ന് ഒരു കൊച്ചു പെൺകുട്ടിയുടെ കരച്ചിലും ചിരിയും കേൾക്കാം. ചിലർ രാത്രിയിൽ ജനലിലൂടെ നോക്കുമ്പോൾ ബംഗ്ലാവിനുള്ളിൽ വിദേശിയായ ഒരു പെൺകുട്ടി ഓടി നടക്കുന്നത് കണ്ടിട്ടുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അവിടെ കാവലിനായി ഒരു സെക്യൂരിറ്റിയെ നിയമിച്ചിരുന്നു. എന്നാൽ ഡ്യൂട്ടിക്ക് ചേർന്ന ആദ്യ രാത്രിയിൽ തന്നെ അയാൾക്ക് ചില അസ്വാഭാവിക അനുഭവങ്ങളുണ്ടായി. ജനലുകൾ തനിയെ അടയുന്നതും ഉള്ളിൽ നിന്ന് ആരോ നടന്നു വരുന്ന ശബ്ദവും അയാൾ കേട്ടു. ഭയന്നുപോയ അയാൾ പിന്നീട് അവിടെ തുടർന്നില്ല. അതിനുശേഷം വന്ന മറ്റൊരു കാവൽക്കാരനെ പിറ്റേന്ന് രാവിലെ ബംഗ്ലാവിന് സമീപം ദുരൂഹമായ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നും കഥകളുണ്ട്. ഇന്നും ആ ബംഗ്ലാവിൻ്റെ തകർന്ന അവശിഷ്ടങ്ങൾക്കിടയിലൂടെ രാത്രിയിൽ പോകുന്നവർക്ക് ഭാരമേറിയ ചങ്ങലകൾ നിലത്തുരസി വലിക്കുന്ന ശബ്ദവും കട്ടിലുകൾ വലിച്ചിരയ്ക്കുന്ന തരത്തിലുള്ള ശബ്ദങ്ങളും കേൾക്കാം. അതുകൊണ്ടാണ് കേരളത്തിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഹോണ്ടഡ് പ്ലേസുകളുടെ പട്ടികയിൽ ബോണക്കാട് ബംഗ്ലാവ് ഇടം പിടിച്ചത്. ഇന്ന് ഈ ബംഗ്ലാവ് പൂർണ്ണമായും തകർന്ന് കാട് മൂടി വനം വകുപ്പിൻ്റെ കർശനമായ നിരീക്ഷണത്തിലാണ്. രാത്രികാലങ്ങളിൽ ഇവിടേക്ക് പ്രവേശനമില്ല. പലരും ഇതിനെ വെറും മാനസിക ഭ്രമമെന്നോ കാറ്റിൻ്റെ ശബ്ദമെന്നോ പറഞ്ഞ് തള്ളിക്കളയുമ്പോഴും ബോണക്കാടിൻ്റെ മണ്ണിൽ ഇന്നും ആ നിഗൂഢതകൾ അവശേഷിക്കുന്നു. ശാസ്ത്രത്തിന് തെളിയിക്കാൻ കഴിയാത്ത എന്തോ ഒന്ന് ആ കാടിനുള്ളിൽ മറഞ്ഞിരിപ്പുണ്ടോ? അതോ ഇതെല്ലാം മനുഷ്യൻ്റെ ഭാവന മാത്രമാണോ? നിങ്ങൾക്കെന്തു തോന്നുന്നു? താഴെ കമൻ്റ് ചെയ്യൂ.